റിട്ടയർഡ് ലെഫ്റ്റനൻറ്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ്റെ ഒരു ലേഖനം വായിക്കുകയുണ്ടായി. ഈ ബൈബിളിൽ ഗോലിയാത്തിനെ തോൽപ്പിച്ച ദാവൂദിൻ്റെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കഥയല്ല, ഒരു സംഭവമാണ് കേണൽ സോണിയ ചെറിയാൻ പറയുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഏതാനും മാസങ്ങൾക്കകം 1948 പാക് ഗോത്രവർഗ്ഗക്കാർ, പത്താൻ ഗോത്രവർഗ്ഗക്കാർ, അവരെ വളരെ അജാന ബഹുക്കളാണ്, ധീരന്മാരാണ്. അവരെ കാശ്മീരിലേക്ക് ഇരച്ചു കയറി കാശ്മീർ പിടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ദില്ലിയിൽ സ്വപ്നജീവിയായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ മടിയായിരുന്നു, അല്ലെ തീരുമാനമെടുക്കാൻ ധൈര്യമില്ലായിരുന്നു. പക്ഷേ നിശ്ചയദാർഢ്യവും ധൈര്യവുമുള്ള ഒരു ഉറച്ച ഹോം മിനിസ്റ്റർ, ഒരു ആഭ്യന്തരമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു, സർദാർ വല്ലഭഭായ് പട്ടേൽ. വല്ലഭഭായ് പട്ടേൽ എന്ന ഒരു ആഭ്യന്തരമന്ത്രി അന്ന് ഇന്ത്യക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ ഭൂപടം നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ ഇന്ത്യ 3-4 രാജ്യമായി വിഭജിക്കപ്പെട്ടു പോകുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ശരി, കാശ്മീരിലേക്ക് ഇരച്ചു കയറിയ ഈ നുഴഞ്ഞു കയറ്റക്കാർ ശ്രീനഗർ ലേ ഹൈവേ തടസ്സപ്പെടുത്തി. അതിൻ്റെ നിയന്ത്രണം ഏതാണ്ട് അവരുടെ കയ്യിലായി. പക്ഷേ പാക് നുഴഞ്ഞുകയറ്റക്കാരെ പ്രതിരോധിക്കാൻ ആകെ ഉണ്ടായിരുന്നത് ദോഗ്ര റെജിമെൻറ്റിൽ പൃഥ്വിരാജ് എന്ന മേജറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 20 സൈനികരും. അവർ നടത്തിയ ധീരമായ പോരാട്ടം സൈനിക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറ്റാൻ നമ്മുടെ ചരിത്രകാരന്മാർ തയ്യാറായിട്ടില്ല. ചരിത്രകാരന്മാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കണമെങ്കിൽ അതിന് വേറെ ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ശരി, പട്ടാളക്കാരുടെ കുറവ് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയ ഈ പാക് നുഴഞ്ഞു കയറ്റക്കാരെ ഗിൽഗിത്ത് പിടിച്ചെടുത്തു. അവരുടെ അടുത്ത ലക്ഷ്യം നുബ്ര വാലി എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ലഡാക്കിലാണിതെല്ലാം. ലഡാക്കിലെ ആളുകൾ വളരെ സമാധാനപ്രിയരാണ്, ബുദ്ധമത വിശ്വാസികളാണ്, ബുദ്ധമത സന്യാസിമാരെ ബഹുമാനിക്കുന്ന ആളുകളാണ്. അവിടെ ഗ്രാമീണരെ വിളിച്ചുകൂട്ടി പൃഥ്വിരാജ് എന്ന മേജർ പൃഥ്വിരാജ് ചോദിച്ചു, നമ്മുടെ നാട് സംരക്ഷിക്കാൻ ഞങ്ങളോടൊപ്പം ആരുണ്ട്, ഞങ്ങളോടൊപ്പം ആരാണ് ഞങ്ങളോടൊപ്പം വരുന്നത്? സമാധാനപ്രിയരായ ലഡാക്കിലെ ആളുകൾ നിശബ്ദത പാലിച്ചപ്പോഴേ 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ചെവാങ് റിൻചൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവനെ ലേയിൽ പഠിക്കാൻ വന്നതാണ് ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്നും. അവനെ എണീറ്റ് നിന്ന് പറഞ്ഞു, ഞാനുണ്ട്. മേജർ പൃഥ്വിരാജ് അത്ഭുതത്തോട് ചോദിച്ചു, നീയോ? അതെ, ഞാനും എൻ്റെ കൂട്ടുകാരും തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട് സംരക്ഷിക്കാനുണ്ട്. അപ്പോൾ ഗ്രാമീണർക്ക് ആത്മവിശ്വാസമായി. അവനോടൊപ്പം ഒന്നിനു പുറകെ അവൻ്റെ കൂട്ടുകാർ ഒത്തുചേർന്നു. നുബ്ര പ്രൊട്ടക്ഷൻ ഗാർഡ്സ് എന്ന് പറഞ്ഞ് നുബ്രയെ സംരക്ഷിക്കാനുള്ള ഒരു ചെറിയ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന് സൈന്യം രൂപം നൽകി. അവർക്ക് 13 ദിവസത്തെ പരിശീലനവും നൽകി. ഈ വെറും 13 ദിവസത്തെ പരിശീലനം ലഭിച്ച ചെവാങ് റിൻചൻ എന്ന ഈ ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന നുബ്ര പ്രൊട്ടക്ഷൻ ഗാർഡ്സ് വളരെ അപ്രതീക്ഷിതമായി പത്താൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തി. മോർട്ടാർ അടക്കമുള്ള ആയുധങ്ങളുമായിട്ട് ഇന്ത്യയുടെ പ്രദേശം കൈയടക്കി വെച്ചിരിക്കുകയാണ് ഈ നുഴഞ്ഞു കയറ്റക്കാർ. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ആക്രമണത്തിൽ അവർ വല്ലാതെ പകച്ചുപോയി. അവർ സത്യത്തിൽ തെറ്റിദ്ധരിച്ചത് ഇന്ത്യൻ പട്ടാളം അവരെ ആക്രമിക്കുകയാണെന്നാണ്. പക്ഷേ സ്കൂൾ കുട്ടികളായ കുറച്ച് ആളുകൾ തങ്ങളെ ആക്രമിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുമ്പ് അവർ പകച്ചുപോയി. അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇത് ഇന്ത്യയുടെ യുദ്ധചരിത്രത്തിലെ ഒരു അധ്യായം തന്നെയാണ്. റിവാങ്ചൻ വെറും 16ാമത്തെ വയസ്സിൽ പട്ടാള യൂണിഫോം അണിയുന്നതിന് മുമ്പ് പരമവീര ചക്ര ജേതാവായി എന്നുള്ളതാണ് വളരെ രസകരമായ സംഭവം. ഒരിക്കലും തിരുത്താൻ സാധ്യതയില്ലാത്തൊരു റെക്കോർഡാണ് ചെവാൻ റിങ്ചൻ സ്ഥാപിച്ചത്. ഇപ്പോൾ റിവാങ്ചൻ എന്ന് പറയുന്ന ഈ കൊച്ചു പയ്യന് അവൻ്റെ കുടുംബം ധീരന്മാരായ പോരാളികളുടെ കുടുംബമാണ്. 1830 മംഗോൾ അധിനിവേശക്കാരനായിരുന്ന മിർസ ഹൈദറിനെ തോൽപ്പിച്ച പാരമ്പര്യമുള്ളൊരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ പേര് തന്നെ കടുവ കുടുംബം എന്നാണ്. 17 വയസ്സുള്ള ചെവാങ് റിൻചൻ ഞാൻ ഒപ്പം നിങ്ങളൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മേജർ പൃഥ്വിരാജ് ചോദിച്ചു, നിനക്ക് പരിശീലനം വേണ്ടേ? അന്ന് നാട്ടുകാരെ പൃഥ്വിരാജിനോട് ചോദിച്ച ഒരു മറു ചോദ്യമുണ്ട്, കടുവയെ വേട്ടയാടാൻ പരിശീലിപ്പിക്കണോ എന്ന്. കാരണം അത്രമാത്രം ധീരന്മാരായ പോരാട്ട പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ 17 വയസ്സുള്ള ചെവാങ് റിൻചൻ വന്നത്. റിൻചൻ്റെ ഒരു ധൈര്യവും അവൻ്റെ പ്രേരണയിലും ഒട്ടേറെ കുട്ടികൾ ഇവരോടൊപ്പം
നുബ്ര പ്രൊട്ടക്ഷൻ ഗാർഡ്സിലെ അംഗങ്ങളായി. അവർ നടത്തിയ ധീരമായ പോരാട്ടമാണ് ഇന്ന് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി നിർത്തിയതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ചെവാങ് റിംചൻ നമ്മുടെ ചരിത്രത്തിലില്ല. ഞാൻ ചരിത്രം പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളായിരുന്നു. ഇന്നും ചരിത്രത്തിലൊരു വിദ്യാർത്ഥിയാണ്. ഉപ്പു സത്യാഗ്രഹവും വട്ടമേശ സമ്മേളനവും പഠിച്ചു. അച്ഛൻ മകൾക്കെഴുതിയ കത്തുകൾ വായിച്ചു. പക്ഷേ ചെവാങ് റിംചൻ എന്ന ഒരു ബാലൻ സഹിച്ച ത്യാഗം എവിടെയും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ശരി, 17ാമത്തെ വയസ്സിൽ പരമവീര ചക്രം കരസ്ഥമാക്കിയ ചെവാങ് റിംചൻ എന്ന ധീരനായ പോരാളിയെ പരിചയപ്പെടുത്തി തന്ന റിട്ടയർഡ് കേണൽ സോണിയ ചെറിയാന് നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ NCC കേഡറ്റുകളും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും ഈ കൊച്ചു പയ്യൻ്റെ ചെവാങ് റിംചൻ്റെ ധീരമായ പോരാട്ടത്തിൻ്റെ കഥ പഠിക്കേണ്ടതാണ്. അതല്ലാതെ അർത്ഥശൂന്യമായ കഥകളോ ആളുകളുടെ ആവേശം കെടുത്തുന്ന ചില ചരിത്ര സംഭവങ്ങളോ പഠിച്ചാൽ ഒരിക്കലും നമുക്ക് സമരോത്സുകരായ ഒരു വിഭാഗം ചെറുപ്പക്കാരെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. പോരാട്ടത്തിന് ധീരതയാണ് വേണ്ടത്. ആ ധീരതയെ പ്രചോദിപ്പിക്കുന്ന സംഭവങ്ങളാണ് അവരെ പഠിപ്പിക്കേണ്ടത്. അവരെ നിരുത്സാഹപ്പെടുത്തുന്ന, നിർവീര്യമാക്കുന്ന ചില ചരിത്ര സംഭവങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊന്നും ആധുനിക യുഗത്തിൽ പ്രയോജനപ്പെടുന്നതുമല്ല. അത് ഒരു പരിധിവരെ നിറം പിടിപ്പിച്ച നുണകളാണ്. അപ്പോൾ അതിൽ നിന്നും മാറി ചരിത്രത്തിൻ്റെ ഭാഗമായി സത്യസന്ധമായി ഇത്തരം സംഭവങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ ഒരു തലമുറ ഉണർന്ന് എണീക്കാനും അവരുടെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കാനും നമ്മുടെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിനും അതുപോലെ തന്നെ NCC കേഡറ്റുകൾക്കും നല്ല ആവേശം കൊടുക്കുവാനും തീർച്ചയായിട്ടും ചെവാങ് റിംചൻ്റെ കഥ പ്രയോജനപ്പെടും. അതിന് ഗവൺമെൻറ് ശ്രമിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.